ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്, പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ആയ അവേഴ്സ് ആൻഡ് ഇയേഴ്സിലെ 3ാമത്തെ ചാപ്റ്റർ നത്തിങ് ട്വൈസ് എന്ന പോയട്രിയാണ് നമ്മളിന്ന് നോക്കുന്നത്. നത്തിങ് ട്വൈസ് എന്ന പോയം, അതിൻ്റെ അപ്രിസിയേഷൻ നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നോക്കാം നത്തിങ് ട്വൈസ് പോയത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും. ആദ്യ ക്വസ്റ്റ്യൻ വരുന്നത് ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സിൽ നിന്നാണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈൻ നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്? ആ ഒരു വരിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ദ സിഗ്നിഫിക്കൻസ് ഈസ് ദാറ്റ് തിങ്സ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് ഇൻ ലൈഫ്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യില്ല ജീവിതത്തിൽ. വി ആർ ബോൺ ആൻഡ് ഡൈ വൺസ്. നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒരു തവണയാണ്. ഈച്ച് ഡേ, ഈച്ച് നൈറ്റ്, ഈച്ച് മൊമെൻറ്റ് ഇസ് ഡിഫറെൻറ്റ്. ഒരു ദിവസം, ഒരു രാത്രി, ഓരോ നിമിഷവും വ്യത്യസ്തമാണ്. ദർ ഇസ് നോ റിപ്പീറ്റേഷൻ ഇൻ ലൈഫ്. ജീവിതത്തിൽ ഒരിക്കലും റിപ്പീറ്റേഷൻ ഇല്ല. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ വേർഡ് കോസ് റെഫർ ടു ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? രണ്ടാമത്തെ സ്റ്റാൻസയിൽ വരുന്ന കോസ് എന്തിനെ റെഫർ ചെയ്യുന്നു? ദ വേർഡ് കോസ് യൂഷ്വലി മീൻസ് എ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻ ആസ് ഇൻ എ സ്കൂൾ, കോളേജ് ഓർ യൂണിവേഴ്സിറ്റി, ബട്ട് ഹിയർ ഇറ്റ് മീൻസ് ദ കോഴ്സ് ഓഫ് ലൈഫ്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ വേർഡ്സ് ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്? She means that a course in a school, college or university can be repeated, but life and its moments are offered only once. It doesn't repeat again. ഇതിൻ്റെ മലയാളം എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീനിങ് എല്ലാത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെറുതെ ഇതിൻ്റെ മീനിങ്സ് മലയാളത്തിൽ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാനാണ് കേട്ടോ. വേണ്ടവർ പാർട്ട് 1 കാണുക. ഹൗ ഡസ് ദ പോയം റിവീൽ ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഡേ? ആൻസർ, ദ പോയം റിവീൽസ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഡേ ബൈ ടെല്ലിംഗ് us that each day is different, each day is special, no day repeats itself, yesterday is gone and it will not come back. Next, fifth question വരുന്നത്, when does the poet feel that a rose has been flung into the room? The poet feels that a rose has been flung into the room when somebody mentions your name by accident, then nostalgic feelings rush to your mind. Sixth question, why can't the poet help looking at the clock? Answer, the poet can't help looking at the clock because she knows time is passing and a moment gone is a moment gone. It can never be recalled and so she must make the most of each moment. Next, why does the poet ask us not to treat the fleeting day with fear and sorrow? The poet asks us not to treat the fleeting day with fear and sorrow because it is in the nature of day not to stay. Whatever we might do to stop it, it won't stop. Tomorrow makes today gone. Eighth question, what does the line today is always gone tomorrow tell us about the nature of time? Answer, the line today is always gone tomorrow highlights that the nature of time is fleeting and transient. The poet here reminds us that time is a moving force that we cannot hold on to. How does the poet establish the uniqueness of each individual? The poet establishes the uniqueness in each individual by asserting that nothing can ever happen twice. Each individual is unique. There is no other person like you. The heading of the poem says it beautifully, nothing twice. ഇനി ലെറ്റ്സ് അപ്രിഷിയേറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഹൗ ഇസ് ടൈം പോർട്രേഡ് ഇൻ ദ പോയം? സമയത്തിനെ കുറിച്ചിട്ട് കേട്ടോ. ടൈം ഇസ് സംതിങ് ദാറ്റ് ഗോസ് ഓൺ പാസിങ്, ഇറ്റ് ഡസ് നോട്ട് സ്റ്റോപ്പ് അറ്റ് ഓൾ. സമയം പോയിക്കൊണ്ടേയിരിക്കും, അതിനെ ആര് വിചാരിച്ചാലും നിർത്താൻ പറ്റില്ല. ഈച്ച് മൊമെൻറ്റ് ഇസ് ന്യൂ ആൻഡ് ഇറ്റ് ഡിസപ്പിയേഴ്സ് ഫാസ്റ്റ്. അവർ ഫിയേഴ്സ് ഓർ സോറോസ് വിൽ നോട്ട് മേക്ക് ടൈം സ്റ്റോപ്പ്, ഇറ്റ് ഇസ് കോൺസ്റ്റൻ്റ്ലി ഓൺ ദ മൂവ്. Next, what feeling does the mention of your name evoke? Answer, it evokes the nostalgic feeling about a beloved or a partner. What does the clock symbolize? The clock symbolizes the passing of time and the importance of time. It tells us about the transience of life. A moment gone is a moment lost. Fourth, how does the poem view human relationships? We are all different from each other. We want to live peacefully on this earth with smiles and kisses. We are just two drops in the vast ocean of the universe. Anja, what is the tone of the poem and how does it contribute to the theme? The tone of the poem is serious and sermonizing. It helps to stress that life is very short and we must make the best use of our time without worrying about the past and the future. 6. The poem emphasizes the importance of enjoying every moment in life. Do you agree? Discuss.
I agree. Life is very short and we must be able to enjoy each and every moment. If we worry about the gone yesterdays and unborn tomorrows, we shall feel sad all the time. This poem tells us to enjoy every moment of our life as life is very short. No one knows how long he or she will live. ഇനി ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റിൽ വരുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് കേട്ടോ. ആക്ടിവിറ്റി 1 ഇവിടെ പോയറ്റ് യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമേജസ് ടു എൻഹാൻസ് ദ മീനിങ് ഓഫ് പോയംസ്. ദീസ് ക്യാൻ ബി വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ടാക്ടൈൽ, ഗസ്റ്റേറ്ററി, കൈനേസ്തെറ്റിക് എക്സെട്ര. എ ഫ്യൂ എക്സാമ്പിൾസ് ഫ്രം ദ പോയം നത്തിങ് ട്വൈസ് ആർ ഗിവൺ ബിലോ. ഒരുപാട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഇമേജറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിഷ്വൽ ഇമേജ് ആയിട്ട് വരുന്നത് റോസ്, ഒരു സിഗ്നിഫിക്കൻസ് ബ്രിങ്സ് കളർ. ഓഡിറ്ററി, ടങ് മെൻഷനിങ് ആണ്. യുവർ നെയിം ഇസ് ഹേർഡ് ആൻഡ് യു ഫീൽ ഹാപ്പി. ഓൾഫാക്ടറി, സെൻറ്റ് ആണ്. സ്മെൽ മേക്സ് യു വിഗറസ്. കൈനേസ്തെറ്റിക് അവർ തന്നിട്ടുണ്ട്. ടാക്ടൈൽ വരുന്നത് കിസ്സസ് ആണ്. കിസ്സസ് ഫ്രം ദ ലൗഡ് വൺസ് ഗിവ് us joy. Now write a paragraph about the imagery in the poem ആണ്. The poem Nothing Twice by Wisława Szymborska has fine imagery. We see a rose being thrown into the room, bringing bright color and fine smell, making the giver and the receiver happy. We can imagine the fleeting day telling us that time does not wait for anyone. What is gone forever, and there is no way you can get it back. The smiles and kisses enchant you both visually and in a tactile manner. Who does not enjoy a loving kiss from the loved ones? Thus we can see the poem is rich in imagery as we have visual, auditory, olfactory, kinesthetic and tactile images in the poem. അടുത്തത് ആക്ടിവിറ്റി ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് വർക്ക്ഷീറ്റ് ആണ്. ടൈറ്റിൽ ഓഫ് ദ പോയം വരുന്നത് നത്തിങ് ട്വൈസ് ആണ്. ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ പോയറ്റ് വിസ്ലാവ സിംപോസ്കെ ആണ്. റിനോൺ പോളിഷ് പോയറ്റ് ആണ്. 1923 ജനനം. തീം ഓഫ് ദ പോയം ദ ട്രാൻസിയൻസ് ഓഫ് ലൈഫ്, സ്ട്രെസ്സിങ്, എൻജോയിങ് ദ പ്രസന്റ്. സമ്മറി വരുന്നത് ദ പോയം ടെൽ us that in life nothing happens twice. We are unique each day, each night and each moment is unique. A day is gone is a day lost. So instead of worrying about the past or fearing for the future, learn to live the present joyfully. Structure ആണ്. It is a lyrical poem with 7 stanzas, each stanzas having 4 lines. Instances of alliteration വരുന്നത് only offered once. It's in its nature not. Assonance, treat the fleeting day, seek beneath. Rhyme scheme വരുന്നത് first stanza A B A ആണ്. Stanza 2 to 6 A B ആണ്. Stanza 7 A ആണ് കേട്ടോ. Rhyming words വരുന്നത് dumper, summer, duns, once, tongue, flung, accident, sent. Images, type of image, possible symbolism ആണ്. Visual, rose. Auditory image, some idle tongue mentions your name. Olfactory, scent. Kinesthetic, fleeting day. Tactile, kisses. Symbolism, the transient nature of life ആണ്. Figure of speech വരുന്നത് simile, as if a rose were flung we are different just as 2 drops of water are. Metaphor വരുന്നത് is it a rose, a flower or a rock. Metonymy വരുന്നത് tongue used for a person. Onomatopoeia വരുന്നത് fleeting ആണ്. Interrogation, is it a flower or a rock ആണ്. Message of the poem, time does not stop for anyone, so without worrying about the past and the future, enjoy today. Each person is unique, nothing twice. Your views on the poem, it is a fine lyric poem with fine imagery and a good message. It stresses the message, enjoy the day as the past is gone and the future is uncertain. ഇനി നമുക്ക് റൈറ്റ് എ നോട്ട് ഓഫ് അപ്രിസിയേഷൻ ഓഫ് ദ പോയം ആണ് യൂസിങ് ദ ഡീറ്റെയിൽസ് ഇൻ ദ വർക്ക്ഷീറ്റ്. ആ വർക്ക്ഷീറ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതുകയാണ്, ഒരു അപ്രിസിയേഷൻ. നമ്മൾ നേരത്തെ ഒരു അപ്രിസിയേഷൻ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ അപ്രിസിയേഷൻ നമുക്ക് അപ്രിസിയേഷൻ നോക്കാം. Nothing Twice is a lyrical poem by the renowned Polish poet Wisława Szymborska, who won the Nobel Prize for Literature in 1996. The poem tells us that in life nothing happens twice. ജീവിതത്തിലൊന്നും രണ്ടാമത് സംഭവിക്കുന്നില്ല. We are unique, each day, each night and each moment is unique.
A day gone is a day lost, so instead of worrying about the past or fearing for the future, learn to live the present joyfully. We are mere drops in the vast ocean of the universe. Nothing Twice is a poem of 7 stanzas, each stanza having 4 lines. The poet has used many poetic devices in the poem to make it a fine poem. There are instances of alliteration only offered once, it is in its nature not. There are also examples of assonance. Treat the fleeting day, seek beneath. The rhyming scheme is mostly ABAB. First stanza it is AABA and in the last stanza AAAA. Okay. ഇനി വരുന്നത് visual images are seen in rows and smiles. Auditory image, some idle tongue mentions your name. Olfactory images in the scent of the rose. Kinesthetic image in fleeting day and tactile images in kisses. There is symbolism in the poem as it symbolizes the transient nature of life, the inevitability of death. There are different figure of speech like similes. As if a rose were flung, we are different just as 2 drops of water are. There is metaphor when the poet asks, is it a flower or a rock? Metonymy is seen when the tongue is used to represent a person. We see onomatopoeia in fleeting. There are many rhetorical questions. The poem gives us a fine message. Enjoy the present without regretting the past and worrying about the uncertain future. Nothing twice, we are unique. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.